വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു കഴിഞ്ഞ ദിവസം നമ്മളൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. അത് യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഏത് നിമിഷം ഉണ്ടാകാം. അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് പഴയ പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല, അതായത് നിങ്ങൾ പറയുന്നതല്ലേ ഉള്ളൂ, നടക്കുന്നില്ലല്ലോ, എന്താണ് ഈ തിങ്ക് ടാങ്ക് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റുകളായിട്ട് പുറത്തു വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്ത, പാകിസ്ഥാനുമായിട്ട് 24 മുതൽ 12 മാസത്തിനിടയിൽ 60% യുദ്ധസാധ്യത എന്ന് പാകിസ്ഥാൻ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള CGS പറയുന്നതാണ് നമ്മൾ പുറത്തുവിട്ടത്. CGS ഓർ CSG സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോ ഇന്നും ഈ തിങ്ക് ടാങ്ക് എന്ന് പറയുമ്പോഴേ ഒരുപക്ഷെ പലർക്കും മനസ്സിലായില്ല എന്താ സാധനം എന്നുള്ളത്. ബുദ്ധിജീവികളുടെ ഒരു സംഘമാണെന്നും അതീവ ബുദ്ധിശാലികളുടെ ഒരു കേന്ദ്രമാണ് തിങ്ക് ടാങ്ക് എന്നും ലളിതമായി പറഞ്ഞു കൊടുത്താൽ അതാണ്. അതെ, തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് പല പല അധോലോകങ്ങളുമായിട്ട് ബന്ധം കാണും എന്നുള്ളതാണ് ഈ തിങ്ക് ടാങ്കിന്റെ ഒരു വലിയ പ്രത്യേകത. എന്തായാലും നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായിട്ടുള്ള ഖാജ ആസിഫ് വീണ്ടും എത്തിയിട്ടുണ്ട്. ഖാജ ആസിഫ് 2 ദിവസമായിട്ട് വെള്ളം തന്നില്ലെങ്കിൽ കിച്ചിക്കളയും എന്നൊക്കെ പറഞ്ഞ് തിരികെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഖാജ ആസിഫ് പറയുന്നത്, അയാളുടെ സഭയിൽ പറയുന്നത്, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ കാബൂൾ ആൻഡ് ഡൽഹി. കാബൂൾ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളും ഡൽഹിയും തമ്മിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഡിഫറൻസ് ഇല്ലാത്തതായി മാറിയിരിക്കുന്നു. We will do the same thing with Kabul that we have done with Delhi, inshallah എന്നാണ് ഇയാൾ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത്. നമ്മൾ എന്താണോ കാബൂളിൽ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഡൽഹിയിലും ചെയ്യാൻ പോകുന്നത്, അതിലൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല എന്നും ഖാജ ആസിഫ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയമാണ് പാകിസ്ഥാനിലെ തിങ്ക് ടാങ്കുകൾ യുവമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, അവിടെ ബ്രഹ്മോസ് ഉണ്ട്, അവരുടെ അടുത്ത് പോകരുത്, ബ്രഹ്മോസിന്റെ 2ാമത്തെ വേരിയന്റ് അവർ ഇറക്കുന്നുണ്ട്, അവർ ഉപഗ്രഹം വഴി പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തിങ്ക് ടാങ്കുകൾ നിരന്തരമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇയാൾ ഇത് കേൾക്കുന്നില്ല എന്നാണ് എന്റെ ഡൗട്ട്. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്താണ് ഈ ഖാജ ആസിഫിന്റെ ഉദ്ദേശം? ഇയാൾ ഒരു ഡമ്മി പീസാണോ ചേട്ടാ? ഇയാൾ പറയുന്നതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പറയുന്ന കാര്യമായിട്ട് എടുക്കണം. ഈ ഒരു ഒറ്റ മനുഷ്യനാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സകല ഇന്ത്യക്കാരനെയും വയലന്റ് ആക്കിയ മനുഷ്യനാണ്. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിദഗ്ധനാണ് ഈ മനുഷ്യൻ. അന്നറിയാലോ, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ഈ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നൊക്കെ പറയുമ്പോൾ ഡെയിലി ഈ പുള്ളി വന്നിട്ട് ഭയങ്കര ഗീർവാണമായിരുന്നു അടിച്ചിട്ടുണ്ട്, കൊന്നുകളയും ചുരുട്ടിക്കെട്ടുകളയും നിന്നൊക്കെ മറിച്ചാണ് ഭയങ്കര പ്രശ്നം. പക്ഷെ അറ്റാക്ക് നടക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഈള് അഫ്ഗാൻ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ ലണ്ടനിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഭീകരന്മാരായത്, ഈ യൂറോപ്യൻസ് എല്ലാം കൂടെ ഞങ്ങളുടെ ആളുകളെ വിലക്കെടുത്തോണ്ട് ഈ പണിയെ ജയിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ആ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഒരു ഇതാണ്. പക്ഷെ മിക്കവാറും ഇങ്ങനെയുള്ള പ്രസ്താവനകളുമായിട്ട് പാകിസ്ഥാൻ രംഗത്തിറക്കുന്ന ഒരു വ്യക്തിയും ഖാജ ആസിഫ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് സമീപം ഇന്ത്യ മിസൈൽ ഇട്ടിട്ടും ഈ ഖാജ ആസിഫിന്റെ സമീപത്ത് ഒരു വെടിപോലും നമ്മൾ പൊട്ടിച്ചില്ല. കാരണം ഇയാൾ നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം രണ്ടാമത്തെ ഒരു കാര്യം, അഫ്ഗാനിസ്ഥാനിൽ പുള്ളി പറഞ്ഞു ഞങ്ങൾ അടിക്കുമാരെന്ന് പറഞ്ഞു. അടിച്ച് 3-4 ദിവസം കഴിയുമ്പോൾ പോയിട്ട് കാബൂളിൽ വ്യോമാക്രമണം നടത്തിയായിരുന്നു. അതിനുശേഷവും ഖാജ ആസിഫ് പറഞ്ഞു ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു, അടിച്ചു. ബലൂചിസ്ഥാനിൽ അടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇത് പറയുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ കേസ് അല്ല ഞാൻ ഈ പറയുന്നത്. അവിടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ചെറിയ കളികളൊക്കെ പുള്ളി നടത്തിയെടുക്കാറുണ്ട്. അതിനൊക്കെ ഉള്ള ആംബിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ലെങ്കിൽ മുനീറിന്റെ കൂടെ ഒരു പെർമിഷൻ വാങ്ങിയിട്ടായിരിക്കും ഉറപ്പായിട്ടും ഖാജ ആസിഫ് പറയുക. കാരണം മുനീർ പറയുമ്പോൾ ഇതിന്റെ ആംഗിൾ മാറും. കരസേനാ മേധാവി പറയുന്നതും പൊളിറ്റീഷ്യൻ പറയുന്നതും രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ധനുഷിനോട് ചോദിച്ചില്ലേ അയാൾ പറയുന്നത് വല്ല കഥയുണ്ടോ എന്ന്. അതൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടാണ് ധനുഷ് ആ ചോദ്യം ചോദിച്ചത്. നേരെ മറിച്ച് അസീം മുനീർ ആയിരുന്നെങ്കിൽ ധനുഷ് ആ ചോദ്യം ചോദിക്കില്ല. കാരണം അതൊരു സേനാ മേധാവിയാണ്. അയാൾക്ക് അങ്ങനെ ഈ ഈ എന്താ കയ്യടി കിട്ടുന്ന ഡയലോഗ്സ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സേനാ മേധാവികളും കയ്യടി കിട്ടുന്ന കാര്യങ്ങളൊന്നും പറയാറില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. നമ്മുടെ സേനാ മേധാവികൾ അങ്ങനെ ഗീർവാണം പറയാറുമില്ല. നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, അടിച്ചാടി തരും എന്നൊക്കെയുള്ള സാധനങ്ങളെ പറയാറുള്ളൂ. അപ്പൊ ഇത് വളരെ സജീവമായിട്ടൊരു കാര്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടാകും ഓരോ രാഷ്ട്രത്തിലും. നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു സാധനമുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യ പോലൊരു രാജ്യമാണ്. ഇന്ത്യക്ക് തന്നെ ഡീപ് സ്റ്റേറ്റുകളുണ്ട്, പക്ഷെ അതിന് പവർ ഇല്ല വേണ്ട രീതിയിൽ. പഴയതുപോലെ ഒരു ഇടിച്ചു കയറാനുള്ള പവറില്ല. പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, വീണ്ടും ട്രംപ് ഇപ്പൊ താരിഫ് കൊണ്ടുവന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 100% താരിഫ് അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ മിക്കട്ടും കയറും താരിഫ്. കാരണം ഇന്നലെ നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞു ഈ രീതിയിലാണെങ്കിൽ വ്യാപാര കരാർ ഒപ്പിടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായി ഇന്ത്യക്ക് പ്രഷർ ഇറങ്ങണം. ഇന്ത്യക്ക് പ്രഷർ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാകിസ്ഥാനെ കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യിക്കണം, ഇല്ലെങ്കിൽ ചൊറിയിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം. ഇപ്പൊ നിലവിലൊരു കാരണമുണ്ട് പാകിസ്ഥാന് പറയാനായിട്ട്. ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ ഒരു കാരണമുണ്ട്, വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല എന്ന്. ആ വാറോല വെച്ചിട്ട് കേരളത്തിൽ പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന തെണ്ടികളുള്ള നാടായത്. അപ്പോ എന്താണ് ആ ഒരു ഇതുണ്ട് അവർക്ക് ഇവിടെ. ആ സ്ലീപ്പർ സെൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ സ്ലീപ്പർ സെല്ല് തന്നെയാണത്. കാരണം ഇത് നമ്മൾ ഗസയിലെ കണ്ടിട്ടുണ്ട്.
ഗസയിലും പാലസ്തീനിലും ആക്രമണം നടക്കുമ്പോൾ ഗസയിലെ കുഞ്ഞുങ്ങൾ കേഴുന്ന കണ്ടില്ലേ? എഞ്ചിനീയർമാർ മരിച്ചു, ഗസയിലെ ഡോക്ടർമാർ കുഞ്ഞുങ്ങൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ? പകൽഗാമിൽ യുവമാർ ആരെങ്കിലും കണ്ടിരുന്നു? വേറെ എവിടെങ്കിലും കണ്ടിരുന്നു? നിങ്ങൾ കാണത്തില്ല. അപ്പൊ ഇത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോ ഈ രീതിയിലേക്ക് ഇത് വരുന്നു. ആ സംഘർഷം ഉണ്ടാകും എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഇനി ആളുകൾ ചോദിക്കുന്നു എന്ന് സംഘർഷം ഉണ്ടാകും എന്നുള്ള കാര്യം ജ്യോത്സ്യന്മാർക്ക് പോലും പ്രവചിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെ? ഞാൻ ചോദിച്ചിട്ട്, രണ്ട് വ്യക്തികൾ തമ്മിൽ ശത്രുതയിലാണ്, അവർ തമ്മിൽ എന്ന് അടിവെക്കുമെന്ന് പറയാൻ പറ്റുമോ? എന്ന് അടി നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മളൊക്കെ പറയും ഈ ഉത്സവത്തിന് രണ്ടു കൂട്ടരും വരും, ഈ ഉത്സവപ്പറമ്പ് വെച്ച് തല്ല് നടക്കുമെന്ന് പറയും. തല്ല് നടക്കത്തില്ല ചിലപ്പോൾ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും അവര് കല്യാണ വീട്ടിൽ വരും, ഇവിടെ വെച്ച് തല്ല് നടക്കുമെന്ന് പറയും. ആളൊക്കെ കൂടെ ഓടിക്കൂടും. നടക്കുവോ? നടക്കത്തില്ല. അതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്തൊരു സ്പാർക്ക് എവിടെയാണ്, എന്താണ് വരുന്നതെന്നോ ഇതിന്റെ മുന്നൊരുക്കങ്ങൾ എവിടെയാണോ. കാരണം ഈ തല്ലാൻ വരുന്ന രണ്ടുപേർക്കും ചിലപ്പം അവരുടേതായ ചില പരിമിതികൾ അവർക്ക് ഓർമ്മ വരുമ്പോഴായിരിക്കും അവരത് ചെയ്യാത്തത്. അപ്പം അതുപോലെ പ്രവചിക്കാൻ പറ്റാത്ത നമ്മളെ കണക്കുള്ള ആളുകൾ എങ്ങനെയാണ് യുദ്ധം ഇന്ന ഡേറ്റ് നടക്കുമെന്ന് പറയാൻ കഴിയുക? സാധ്യതകൾ കൂടുതലാണെന്ന് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. സാധ്യതകൾ വളരെ കൂടുതലാണ്, സംഭവിക്കാം, ഏത് നിമിഷവും അത് സംഭവിക്കാം. അല്ലാതെ ഡേറ്റും സമയവും കുറിച്ചു വെക്കാൻ കല്യാണമൊന്നും അല്ലല്ലോ നടക്കുന്നത്, ഒരു യുദ്ധമല്ലേ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് ഏത് സമയവും എങ്ങനെയും നടക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പാകിസ്ഥാൻ ഒരേ ആംഗിളിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവര് ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ നമ്മുടെ ഇസ്രായേലിന്റെ അംബാസഡർ അദ്ദേഹം വന്നപ്പോഴും പറഞ്ഞത്, ദില്ലിയും ബോംബെയുമാണ് ഇനി ലക്ഷ്യം, ദില്ലിയും ബോംബെയും സൂക്ഷിച്ചോളൂ, ഇവിടേക്ക് ഹമാസിന്റെ അറ്റാക്ക് ഉണ്ടാകാം, ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഇറാൻ പോലും നിങ്ങൾക്ക് പണി തരാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലിന്റെ അംബാസഡർ പറയുന്നു. സെയിം തന്നെ ഖാജ ആസിഫ് ഇപ്പൊ പറയുന്നു ഞങ്ങൾ ദില്ലിയെ ലക്ഷ്യം വെക്കുന്നു. ദില്ലിയെ ലക്ഷ്യം വെച്ചിട്ടില്ലേ? ഇവർ വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തേക്ക് അവരുടെ ഷഹീദ് എന്ന് പറയുന്ന, ഷഹീദ് എന്നാണ് അവരുടെ ഏറ്റവും മാരകമായ ഒരു മിസൈൽ ഉണ്ടല്ലോ, ഷഹീദ്, ആ മിസൈൽ വിട്ടില്ലേ? ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ ആ മിസൈൽ വിട്ടിരുന്നു, ഞങ്ങൾ തകർത്ത് കളഞ്ഞത്. നമ്മുടെ ദില്ലിക്ക് നേരെ അവർ വിട്ടിരുന്നു. അപ്പൊ സ്വാഭാവികമാണ് അവരിത് ദില്ലി ലക്ഷ്യം വെക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ഇസ്ലാമാബാദിനെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഇല്ല കറാച്ചിയാണ് ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ലക്ഷ്യം വെക്കുന്നത് ദില്ലിയാണ്, മുംബൈ ആണ്. ഈ രണ്ട് സ്ഥലങ്ങളാണ്. അത് ഖാജ ആസിഫ് ഇപ്പം നിരന്തരം ഇത് പറയുന്നുണ്ട്. ഈ ഖാജ ആസിഫ് എന്നൊക്കെ ഇതേപോലെ ഡെയിലി ഒന്നിക്കൊന്നിരാളം ഇതിനൊക്കെ ചൊറിഞ്ഞു വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിർത്തിയിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, അടിയെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖാജ ആസിഫിനെ ഞാൻ കാണുന്നത് എന്താണ് പറയുന്നത്, ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്, ഒരു വല്ലാത്തൊരു ജീവിയായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം രംഗത്ത് എത്തിക്കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതിനു മുമ്പ് തെളിവുകളുണ്ടല്ലോ. നമ്മൾ പറഞ്ഞില്ല, ചില മാൻഡ്രാക്കുകളുണ്ട്, ജൂനിയർ മാൻഡ്രാക്ക് ഉണ്ട്, പുള്ളി എവിടെ പോയാൽ അവിടെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് പോകുന്നത്. ഇദ്ദേഹം രംഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ്. കാരണം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കണ്ടുകൊണ്ട് ഇപ്പൊ 3 ദിവസമായി ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജും കൂടെ നമുക്കിപ്പോ പറഞ്ഞുതരാം. ഇയാൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനി അടുത്ത മുനീറിന്റെ ഒരു പ്രസ്താവന വരും. ഇനി വരാൻ പോകുന്നു ഇടയ്ക്ക് ഈ പുട്ടിന് തേങ്ങയുടെ ഒരു പ്രസ്താവന അത് വരും. അങ്ങനെ വന്ന് 2 രാജ്യങ്ങളും ഒരു തീപ്പൊരി വീണാൽ മുട്ടാവുന്ന പരുവത്തിലേക്ക് എത്തിക്കും. പിന്നെ എളുപ്പമായില്ലോ കാര്യം. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. ഖാജ ആസിഫ് ഇപ്പൊ നിരന്തരം ഒരു ഇടവേള ഉണ്ടായിരുന്നു. പുള്ളി 1 വർഷമായിട്ട് ഗ്യാപ്പിലായിരുന്നു. പുള്ളി ഇവിടെ അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് വന്നിപ്പോ നിരന്തരം ഇന്ത്യക്കെതിരെയാണിത്. കുടിവെള്ള പ്രശ്നമാണ്, മറ്റേ പ്രശ്നമാണ്, ഇന്ത്യ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഒരുപക്ഷെ അത് പാകിസ്ഥാൻ ബോധപൂർവം ചെയ്യുന്നതായിരിക്കില്ല. ഒരുപക്ഷെ അമേരിക്ക കണക്കുള്ള രാജ്യമോ ചൈന കണക്കുള്ള രാജ്യമോയുടെ പ്രഷർ കൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ അമേരിക്ക അത്തരത്തിൽ തള്ളിവിടുമോന്ന് അറിയില്ല. കാരണം അവരിപ്പോ ഇറാനുമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തിന്റെ ഇടയ്ക്ക് വീണ്ടും പാകിസ്ഥാനെ കൂടെ തള്ളിവിട്ട് ഈ മേഖല കലക്കാൻ ഇത് വിടും. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ ചൈന ഇളകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ചൈനയ്ക്ക് ലക്ഷ്യങ്ങളുണ്ടല്ലോ, തായ്വാൻ എന്ന് പറയുന്ന ലക്ഷ്യം. അപ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെയ്യാം. ഏതായാലും സംഘർഷം ഉണ്ടാകില്ല, യുദ്ധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. അത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഖാജ ഈ ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ജ്യോതിഷത്തിലൊക്കെ എന്ന് പറയുന്നതൊക്കെ ഈ ഖാജ ആസിഫ് എപ്പോഴൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ, ഈ ഖാജ ആസിഫ് എപ്പോഴൊക്കെ നിരന്തരം പ്രസ്താവന നടത്തിയിട്ടുണ്ടോ, അപ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ രൂക്ഷമാകുകയാണ് സംഘർഷം എല്ലാ കാലത്തും. ഇപ്പോഴും വീണ്ടും ഖാജ ആസിഫ് രംഗത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം നിരന്തരം ഇപ്പം നമ്മൾ തന്നെ 3ാമത്തെ തവണയാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ ഖാജ ആസിഫിന്റെ 3 പ്രസ്താവനകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ദിവസം 3ാമത്തെ പ്രസ്താവനയാണ് ഇത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കാബൂളിൽ അറ്റാക്കിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന എല്ലാം സെർച്ച് ചെയ്താൽ കിട്ടും. ബലൂചിസ്ഥാനിലെ പ്രസ്താവന എല്ലാം സെർച്ച് ചെയ്താൽ കിട്ടും. അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മൾ വലിയ സംഭവമായിട്ടല്ല, ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വന്ന് എത്ര ദിവസത്തിന് ശേഷമാണ് കാബൂളിൽ അറ്റാക്ക് നടന്നത്? 4 ദിവസത്തിനങ്ങാണ്ട് ശേഷമാണ്.
ഇദ്ദേഹത്തിന്റെ പ്രസ്താവന എത്ര ദിവസത്തിന് ശേഷമാണ് ബലൂചിസ്ഥാനിൽ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇദ്ദേഹം ചൊറിഞ്ഞ് എത്രത്തോളം രൂക്ഷമാക്കി എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പം ഈളെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു മൗത്ത് പീസാണ് ഈ സാധനം. അവിടെ ഒരു കോളാമ്പി വന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ഒരാൾ വേണമല്ലോ. ഷഹബാസ് ഷെരീഫൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു പുല്ല് വിലയായിരിക്കും. അതായത് നമുക്കൊരു ഇതില്ല, ഒരു സുഖക്കുറവാണ്. കാരണം അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരു പാർട്ടിയല്ല. പാമ്പടി എനിക്ക് കൊച്ചു കുഞ്ഞിനെ പോലെ പുള്ളിയുടെ മുഖം എപ്പോഴും തോന്നുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ മുനീർ എവിടെയാണെന്ന് പോലും ഒരു പിടുത്തല്. കുറെ നാളായി കണ്ടിട്ട്. ഈ അടുത്ത് നമ്മൾ കണ്ടത് മുനീർ ഇവിടെ പോകുന്നതാണ്. എവിടെ ഈ ഇറാനുമായിട്ടുള്ള സമാധാന കരാറിൽ പോയി. അവിടെ പോയിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങുന്ന അത് ട്രോളായി, ഭയങ്കര ട്രോളായി. പാകിസ്ഥാനെതിരെ വലിയ ട്രോളായിരുന്നു. ഇവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഇറാന്റെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ പാകിസ്ഥാൻ നിന്നു. അങ്ങനെ ഒരുപാട് ട്രോളുകളൊക്കെ വന്നു. ഏതായാലും ഖാജ ആസിഫിന്റെ പ്രസ്താവന നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല, തമാശയായിട്ടും കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരു യുദ്ധത്തിന്റെ വക്താവായിട്ടില്ല, യുദ്ധത്തിന്റെ പ്രതിപുരുഷനായിട്ടോ യുദ്ധത്തിന്റെ ദേവനായിട്ടോ ഒക്കെയാണ് പലപ്പോഴും പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നില്ല. യുദ്ധമില്ലെങ്കിൽ സംഘർഷത്തിന്റെ എങ്കിലും. അപ്പൊ ഖാജ ആസിഫിന് തള്ളിക്കളയാൻ കഴിയാത്തൊരു കാര്യമാണ്.